ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യുമെന്റോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വാട്ട് ഈസ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ? അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ ആണ് എഴുതേണ്ടത്. It is a technique used to validate the authenticity and integrity of a message, software or a digital document. നമ്മൾ നോർമലി ഒരു ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ താഴെ സൈൻ ചെയ്യില്ലേ, അതായത് നമ്മളുടെ നോർമൽ ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ, കൈയൊപ്പിടുന്നത്. ആ സെയിം ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നോർമൽ പ്രിന്റഡ് ഡോക്യുമെന്റ്സിൽ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് സിഗ്നേച്ചർ ആഡ് ചെയ്യുന്നതെങ്കിൽ ഡിജിറ്റൽ ഡോക്യുമെന്റ്സിൽ നമ്മൾ ഡിജിറ്റലി ആണ് സിഗ്നേച്ചർ ആഡ് ചെയ്യുന്നത്. അതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്തുകൊണ്ടും ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചേഴ്സിനേക്കാളും കൂടുതൽ സെക്യൂർ ആണ്. എന്തായിരിക്കും കാരണം? ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫോർജ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, അല്ലെ? ഒരാളുടെ ഒപ്പ് മറ്റൊരാൾക്ക് നോക്കി എഴുതാനായിട്ട് അല്ലെങ്കിൽ നോക്കി വരക്കാനായിട്ടൊക്കെ പറ്റും. നിങ്ങൾ തന്നെ പലരും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാർക്ക് ലിസ്റ്റോ ടെസ്റ്റ് പേപ്പേഴ്സോ ഒക്കെ പാരന്റ്സിന്റെ സൈൻ ചെയ്തവരുണ്ടാവില്ലേ, അല്ലെ? അപ്പൊ അതേപോലെ നമുക്ക് ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത് ഈസിലി ഫോർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഓതർ ആരാണോ, ആ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഓതർ ആരാണോ അയാൾക്ക് മാത്രമാണ് ആ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഡിജിറ്റൽ സിഗ്നേച്ചർ വേറൊരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണോ ഡിജിറ്റലി സൈൻ ചെയ്യാൻ പോകുന്നത് അയാളുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരാളുടെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് അയാളുടെ കയ്യിൽ മാത്രമുള്ള ഒരു കീ ആണ്, റൈറ്റ്? ഐ ഹോപ്പ് യു നോ വാട്ട്സ് എ പ്രൈവറ്റ് കീ ആൻഡ് പബ്ലിക് കീ. ഓക്കെ, സോ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ആ ഓണറിന്റെ കയ്യിൽ മാത്രമുള്ള കീ ആണ്. അതുകൊണ്ട് തന്നെ ഒരു മെസ്സേജ് ഒരാൾ ഡിജിറ്റലി സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ ഓണർ ഓതന്റിക്കേറ്റഡ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ആ മെസ്സേജ് അയച്ചത് ആ സെൻഡർ തന്നെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയണത് digital signature is a technique used to validate the authenticity and integrity of a message. അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഡിജിറ്റൽ ഡോക്യുമെന്റ് ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ ഓതന്റിസിറ്റി ഇന്റഗ്രിറ്റിയും വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് അസോസിയേറ്റിംഗ് എ മെസ്സേജ് വിത്ത് ആൻ എൻറ്റിറ്റി ഫ്രം വിച്ച് ദ മെസ്സേജ് ഹാസ് ഒറിജിനേറ്റഡ്. ഒരാൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് അയക്കണ ആളും ആ മെസ്സേജും തമ്മിൽ ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ മെസ്സേജ് അയച്ച സെൻഡറിനെയും അയാൾ അയച്ച മെസ്സേജിനെയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യിക്കാനുള്ള ഒരു മീൻസ് ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാൾക്ക് ഒരു മെസ്സേജ് ഡിജിറ്റലി സൈൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഞാനല്ല ആ മെസ്സേജ് അയച്ചതെന്ന് ഡിനൈ ചെയ്യാൻ പറ്റില്ല. അതെന്തായിരുന്നു ആ പ്രോപ്പർട്ടിയുടെ പേര്? ഒന്ന് ഓർത്ത് നോക്കിയേ. അങ്ങനെ ഡിനൈ ചെയ്യാണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പൊ നോൺ റെപ്യൂഡിയേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചറിന് പറ്റും. കാരണം ഒരാൾ ഡിജിറ്റലി സൈൻ ചെയ്താണ് ആ മെസ്സേജ് അയക്കണമെങ്കിൽ ഓഫ് കോഴ്സ് ആ മെസ്സേജ് അയാൾ തന്നെ അയച്ചതായിരിക്കും. ഒരിക്കലും വേറൊരാൾക്ക് ആ സെൻഡറിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ നോൺ റെപ്യൂഡിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ അയക്കുന്ന ഡാറ്റയുടെ ഒറിജിൻ ഓതന്റിക്കേഷൻ. ഡാറ്റ, ഹിയർ യു ഹാവ് ടു റൈറ്റ് ഡാറ്റ ഒറിജിൻ ഓതന്റിക്കേഷൻ. ഓക്കെ, hence digital signatures are used to provide data origin authentication as well as non-repudiation. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ? സോ ഐ ഹോപ്പ് നൗ യു നോ വാട്ട്സ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇനി നമ്മൾ ഈ ഡിജിറ്റലി സൈൻ ചെയ്യുന്നതും ആ സിഗ്നേച്ചറിന് റിസീവർ എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഒരു ഫിഗർ ആയിട്ട് വരച്ചു നോക്കാം. അതായത് നമ്മളുടെ സെൻഡർ ബോബ് ആണ് സെൻഡർ എന്ന് വിചാരിക്കുക. Bob want to send a message to Alice. Okay, നമ്മൾ നോർമലി എല്ലാ ടെക്സ്റ്റ് ബുക്കിലും കാണുന്ന എക്സാമ്പിൾ ആണ് ബോബ് ആൻഡ് ആലീസ്, റൈറ്റ്? സോ നമുക്ക് ആ എക്സാമ്പിൾ തന്നെ എടുക്കാം. Bob is the sender and Alice is the receiver. And Bob want to transmit one message M to Alice. ഇതാണ് നമ്മളുടെ സിനാരിയോ. ഇനി ബോബിന് അത് വെറുതെ അയച്ചാൽ പോരാ, ബോബ് തന്നെയാണ് അയച്ചതെന്ന് ആലീസിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബോബിന് എന്ത് ചെയ്യണം? ആ മെസ്സേജിന്റെ കൂടെ ബോബിന്റെ സിഗ്നേച്ചറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതൊരു ഡിജിറ്റൽ മെസ്സേജ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ആഡ് ചെയ്യാനായിട്ട് പോണത്. സോ ബോബിന്റെ കയ്യിൽ ഒരു മെസ്സേജ് എം ഉണ്ട്. അപ്പൊ ബോബ് എന്ത് ചെയ്യും? ബോബിന് അയക്കേണ്ട ഈ മെസ്സേജ് എമ്മിന് ഡിജിറ്റലി സൈൻ ചെയ്യണം.
അപ്പൊ ഡിജിറ്റലി സൈൻ ചെയ്യാനായിട്ട് ആദ്യം ആ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യണ്ടേ? അതിനുവേണ്ടി ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേഷൻ അൽഗോരിതം ഉണ്ട്. ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേഷൻ അൽഗോരിതം. സോ ആ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചറിനെ നമ്മൾ എസ് എന്നുള്ള സൈൻ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബോബിന്റെ പേരിൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുകൂടി വേണം? ഞാൻ നേരത്തെ പറഞ്ഞു, ആരുടെ സിഗ്നേച്ചർ ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അയാളുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്നത്. സോ വി നോ ദാറ്റ് ബോബ് ഈസ് ഹാവിംഗ് എ പബ്ലിക് കീ ആസ് വെൽ ആസ് എ പ്രൈവറ്റ് കീ. ഓക്കെ, സോ ബോബിന്റെ കയ്യിൽ PUB എന്ന് പറയുന്നത് പബ്ലിക് കീ ഓഫ് ബോബ് ആൻഡ് PRB എന്ന് പറയുന്നത് പ്രൈവറ്റ് കീ ഓഫ് ബോബ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കീ ആ യൂസ് ചെയ്യുക? ബോബിന്റെ പ്രൈവറ്റ് കീ. കാരണം പബ്ലിക് കീ എന്ന് പറയുന്നത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ പബ്ലിക് കീ വെച്ചിട്ട് സൈൻ ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബോബിന്റെ പേരിൽ ബോബിന്റെ സിഗ്നേച്ചർ ആർക്ക് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതല്ല നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? പ്രൈവറ്റ് കീ ആണ്. കാരണം പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ബോബിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. സോ പ്രൈവറ്റ് കീ വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നേച്ചർ ബോബ് തന്നെ ജനറേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ ഹിയർ വി വിൽ ബി യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് ബോബ്. ഓക്കെ, അങ്ങനെ ബോബിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ മെസ്സേജും യൂസ് ചെയ്തുകൊണ്ട് ഒരു സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ജനറേഷൻ ഓഫ് ദ സിഗ്നേച്ചർ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഈ മെസ്സേജിന് ഇനി ആലീസിലോട്ട് സെൻഡ് ചെയ്യണ്ടേ? അപ്പൊ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ മെസ്സേജിന്റെ കൂടെ, നമ്മളുടെ കയ്യിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, ആ മെസ്സേജിന്റെ കൂടെ ഇപ്പൊ ജനറേറ്റ് ചെയ്തെടുത്ത സിഗ്നേച്ചർ, ആ സിഗ്നേച്ചറും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. Now we will be having a message along with the signature. ഇനി ഇത് രണ്ടും കൂടി ഒന്നിച്ചാണ് നമ്മൾ ആലീസിലോട്ട് കൊടുക്കുന്നത്. So Alice will receive the message which is digitally signed by Bob. Clear? അപ്പൊ ഇങ്ങനെ ഒരു ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ള മെസ്സേജ് ഇപ്പൊ ആലീസിന് കിട്ടി. ഇനി ആലീസിന്റെ സൈഡിൽ എന്ത് ചെയ്യണം? ആലീസിന് ഒരു സൈൻ ചെയ്ത മെസ്സേജ് കിട്ടി. പക്ഷെ ആ സൈൻ ചെയ്തത് ബോബ് തന്നെയാണോ എന്ന് ഉറപ്പിക്കണ്ടേ? അതിനാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ അറ്റ് ദ റിസീവർ സൈഡ്, ആലീസിന്റെ സൈഡിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ അൽഗോരിതം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ വെരിഫിക്കേഷൻ അൽഗോരിതത്തിലോട്ട് നമ്മളുടെ മെസ്സേജും ഇൻപുട്ട് ആയിട്ട് കൊടുക്കും, അതുപോലെ അതിലത്തെ സിഗ്നേച്ചറും ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ സൈൻ ബോബിന്റെ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പ്രൈവറ്റ് കീ വെച്ച് ജനറേറ്റ് ചെയ്ത, ബോബിന്റെ പ്രൈവറ്റ് കീ വെച്ച് ജനറേറ്റ് ചെയ്ത സിഗ്നേച്ചറിനെ വെരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? ബോബിന്റെ പബ്ലിക് കീ. നമ്മൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷന്റെ സമയത്തും പറഞ്ഞിരുന്നു, ഇപ്പൊ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്ത പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യും. പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതേപോലെ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈവറ്റ് കീ യൂസ് ചെയ്യുമ്പോൾ അതേ സെൻഡറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ വെരിഫൈ ചെയ്യുന്നത്. സോ ഹിയർ പബ്ലിക് കീ ഓഫ് ബോബ്, ബോബിന്റെ പബ്ലിക് കീയും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സൈൻ വാലിഡ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ആരാണ് ഇത് ചെക്ക് ചെയ്യുന്നത്? ആലീസ്. ഓക്കെ, ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വാലിഡ് ആണോ അല്ലയോ, വാലിഡ് ഓർ നോട്ട്, ഇതാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ ആക്ച്വൽ ഫിഗർ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. Okay, here we have the sender Bob and here is Alice. Now Bob want to transmit a message M to Alice. Okay, so ഇവിടെ നമുക്ക് ആ മെസ്സേജ് കാണാം. മെസ്സേജ് M നമ്മളുടെ കയ്യിലുണ്ട്. ഈ മെസ്സേജിൽ നമ്മൾ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ സൈൻ, S എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ സൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. സോ ദാറ്റ് S is the signature of Bob. അപ്പൊ സിഗ്നേച്ചർ ഓഫ് ബോബ് ആവണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ബോബിന്റെ പ്രൈവറ്റ് കീ. ബോബിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോബിന്റെ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ജനറേറ്റ് ചെയ്ത സിഗ്നേച്ചറിന് നമ്മുടെ മെസ്സേജ് എമ്മിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അതാണ് ഇവിടെ കാട്ടിയേക്കുന്നത്. നമ്മൾ നോർമലി ഒരു പ്രിന്റഡ് ഡോക്യുമെന്റ് ആണെങ്കിൽ ഡോക്യുമെന്റ് ഫുൾ വായിച്ചിട്ട് നമ്മൾ താഴെ സൈൻ ചെയ്ത് കൊടുക്കൂലേ, അതേപോലെ നമ്മൾ ആ മെസ്സേജിന്റെ കൂടെ സിഗ്നേച്ചറും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഈ മെസ്സേജ് പ്ലസ് സിഗ്നേച്ചർ നമ്മൾ ആലീസിന്റെ സൈഡിലോട്ടേക്ക് റിസീവ് ചെയ്തു. ഇനി ആലീസ് എന്ത് ചെയ്യണം? ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ വെരിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ അൽഗോരിതം ഉണ്ട്. അതിലോട്ടേക്ക് നമ്മളുടെ ഈ മെസ്സേജും സിഗ്നേച്ചറും ഒക്കെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്? S എന്ന് പറയുന്ന സിഗ്നേച്ചർ
ബോബിന്റെ തന്നെയാണോ എന്നാണ് വെരിഫൈ ചെയ്യേണ്ടത്. സോ വിൽ ബി യൂസിങ് ബോബ്സ് പബ്ലിക് കീ. ബോബിന്റെ പബ്ലിക് കീ. ബോബിന്റെ പബ്ലിക് കീ എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലുണ്ട്. സോ ബോബിന്റെ പബ്ലിക് കീ ആലീസിന്റെ കയ്യിലും ഉണ്ട്. അപ്പൊ ആ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ അൽഗോരിതം റൺ ചെയ്യും. സോ നമുക്ക് ഫൈനലി എന്ത് കിട്ടും? ഇറ്റ് വിൽ റിട്ടേൺ വെദർ ദ സിഗ്നേച്ചർ ഈസ് വാലിഡ് ഓർ നോട്ട്. സിഗ്നേച്ചർ വാലിഡ് ആണെന്ന് പറയുമെങ്കിൽ അതിന്റെ അർത്ഥം ബോബ് തന്നെയാണ് അത് സൈൻ ചെയ്തത്. സിഗ്നേച്ചർ നോട്ട് വാലിഡ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ജനറേറ്റഡ് ബൈ ബോബ്. ഓക്കെ, സോ ഇത്രയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ബ്ലോക്ക് ചെയിനിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയോ? നമ്മുടെ സബ്ജക്ട് ആക്ച്വലി എന്താ? ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് അല്ലെ? അപ്പൊ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്, ബ്ലോക്ക് ചെയിൻ എന്താണ്? ബ്ലോക്ക് ചെയിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസീസ്, അതായത് ഇതേറിയം, ബിറ്റ് കോയിൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾസിലാണ് പഠിക്കുന്നത്. പക്ഷെ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് ബേസിക്സ് ഓഫ് ക്രിപ്റ്റോഗ്രഫി ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ബ്ലോക്ക് ചെയിൻ എന്താണെന്നൊന്നും ഞാനിപ്പോ പറയണില്ല, ഇപ്പൊ മനസ്സിലാക്കാം. ഇപ്പൊ ബ്ലോക്ക് ചെയിനിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിന്റെ ഒരു കോർ കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് ഇൻ ബ്ലോക്ക് ചെയിൻ ഓരോ ട്രാൻസാക്ഷൻസ് ജനറേറ്റ് ചെയ്യുമ്പോഴും ആ ട്രാൻസാക്ഷൻ നെറ്റ്വർക്കിലോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതായത് ഒരാൾ ഒരു ട്രാൻസാക്ഷൻ നടത്തിയാൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളത് എല്ലാവരെയും അറിയിക്കും. ഒരു നെറ്റ്വർക്കിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരെയും അറിയിക്കും. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസാക്ഷന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആരാണോ ആ ട്രാൻസാക്ഷൻ നടത്തിയത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മെസ്സേജ് ആണ് അയക്കുന്നെങ്കിൽ ആ മെസ്സേജിന്റെ സെൻഡർ ആരാണോ അയാള് ആ അയക്കണ മെസ്സേജിന് അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷന് ഡിജിറ്റലി സൈൻ ചെയ്യണം. ഡിജിറ്റലി സൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ട്രാൻസാക്ഷന് നെറ്റ്വർക്കിലോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതാണ് ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഒരു മെയിൻ ഓതന്റിക്കേഷന്റെ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഇൻ ബ്ലോക്ക് ചെയിൻ. Now let's move on to the properties of digital signature. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് 3 പ്രോപ്പർട്ടീസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓതന്റിസിറ്റി. ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഓതന്റിസിറ്റി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഡിജിറ്റൽ സിഗ്നേച്ചർ ആരുടെയാണോ, അതിന്റെ ഓതന്റിക്കേറ്റഡ് യൂസർ ആരാണെന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റണം. ഇറ്റ് മീൻസ് ദാറ്റ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആർ, ഞാൻ ഡിജിറ്റൽ സിഗ്നേച്ചറിന് ഷോർട്ട് ആയിട്ട് DS എന്ന് എഴുതുന്നുണ്ട്. So authenticity means that digital signatures are verifiable by the receiving agent. Okay? ഒരു ഡിജിറ്റലി സൈൻ ചെയ്ത മെസ്സേജിന് ഒരു റിസീവർ സൈഡിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിസീവർക്ക് ആ സൈൻ സെൻഡറിന്റെ തന്നെയാണോ അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് നമ്മൾ ഓതന്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now the second one is unforgeability. അൺഫോർജബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഒരിക്കലും ഫോർജ് ചെയ്യാനായിട്ട് പറ്റരുത്. സോ ദിസ് പ്രോപ്പർട്ടി പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫോർജറി. ഫോർജറി എന്ന് പറഞ്ഞാൽ എന്താ? ഫോർജറി മീൻസ് ഒരാളുടെ പേരിൽ വേറൊരാൾക്ക് സൈൻ ചെയ്യാനായിട്ട് പറ്റരുത്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർജറി എന്ന് പറയുന്നത്. കള്ളത്തരം ചെയ്ത് സൈൻ ചെയ്യൂലേ, അതാണ് ഫോർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെയാണ്? ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്നത് ആ സെൻഡറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ്. ആ പ്രൈവറ്റ് കീ സെൻഡറിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? വേറൊരാൾക്കും ഒരാളുടെ പേരിൽ സൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. Thus the digital signature will be providing protection against forgery. അതാണ് നമ്മൾ അൺഫോർജബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ പ്രോപ്പർട്ടി, നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഈ ഒരു സെയിം കോൺസെപ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഒരാള് ഒരു ഡോക്യുമെന്റ് ഡിജിറ്റലി സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അൺഫോർജബിൾ ആണെന്ന് അറിയാം അല്ലെ? സോ ആരുടെ പേരിലാണോ സൈൻ ഉള്ളത് അയാൾ തന്നെയാണ് അത് സൈൻ ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിക്കാം, റൈറ്റ്? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അവിടെ നോൺ റെപ്യൂഡിയേഷൻ ഉണ്ടെന്ന് പറയാം. കാരണം ഒരിക്കലും ഒരാൾ ഒരു സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റ്, ഡിജിറ്റലി സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റ് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ഞാനല്ല അത് അയച്ചതെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഡിജിറ്റൽ സിഗ്നേച്ചർ അയാൾക്കല്ലാണ്ട് വേറെ ഒരാൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് പറയാം? Digital signatures are providing non-repudiation. Clear? Now the third property is non-reusability. Non-reusability എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജിൽ നമ്മൾ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്ക്. അപ്പൊ ആ മെസ്സേജിൽ നിന്ന് ആ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റരുത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സൈൻ ക്രിയേറ്റ് ചെയ്തു, M എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ S എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്തു. സിഗ്നേച്ചറും മെസ്സേജും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് ഒരു സിംഗിൾ മെസ്സേജ് ആയിട്ടാണ് നമ്മൾ റിസീവർ സൈഡിലോട്ട് അയക്കണത് അല്ലെ? അപ്പൊ റിസീവറിന്റെ കയ്യിൽ എന്തുണ്ട്? മെസ്സേജ് പ്ലസ് സിഗ്നേച്ചർ ഉണ്ട്.
സപ്പോസ് റിസീവർക്ക് ഈ എസ് എന്ന് പറയുന്ന സിഗ്നേച്ചറിനെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. റിസീവർക്ക് കിട്ടുന്നത് മെസ്സേജും സിഗ്നേച്ചറും കൂടി ഒന്നിച്ചാണ്. അതിൽ നിന്ന് ഈ സിഗ്നേച്ചറിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയെന്ന് വിചാരിക്കുക. അങ്ങനെ പറ്റിയാൽ എന്ത് സംഭവിക്കും? ഈ റിസീവർക്ക് ഈ സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള മെസ്സേജുകൾ, വേറെ മെസ്സേജുകളൊക്കെ സൈൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റിസീവർക്ക് സെൻഡറിന്റെ പേരിൽ മെസ്സേജസ് സൈൻ ചെയ്ത് അയക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ എക്സാമ്പിളില് ബോബ് ആയിരുന്നു നമ്മളുടെ സെൻഡർ, അതുപോലെ ആലീസ് ആയിരുന്നു റിസീവർ. ഇപ്പൊ ആലീസിന് കിട്ടിയ മെസ്സേജിൽ നിന്ന് ആലീസ് ബോബിന്റെ സിഗ്നേച്ചർ ഡിറ്റാച്ച് ചെയ്തെടുത്തു എന്ന് വെക്ക്. അങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് എടുത്താൽ ആലീസിന് ബോബിന്റെ സിഗ്നേച്ചർ കിട്ടും അല്ലെ? അപ്പൊ ആലീസിന് എന്ത് ചെയ്യാം? ആലീസിന് ബോബിന്റെ പേരിൽ സൈൻ ചെയ്തിട്ടുള്ള മെസ്സേജസ് അയക്കാനായിട്ട് പറ്റും, ഈവൻ വിത്തൗട്ട് ദ പ്രൈവറ്റ് കീ ഓഫ് ബോബ്. സോ ആ ഒരു കോൺസെപ്റ്റ് ഒഴിവാക്കാനാണ് നമ്മൾ നോൺ റീയൂസബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി പറഞ്ഞത്. അതായത് ഡിജിറ്റൽ സിഗ്നേച്ചറിന് ഒരിക്കലും നമുക്കൊരു മെസ്സേജിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. സോ ദ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആർ ഫേംലി ബൗണ്ട് ടു ദ ഒറിജിനൽ മെസ്സേജ് ആൻഡ് ഹെൻസ് വി കനോട്ട് സിംപ്ലി ഡിറ്റാച്ച് ഇറ്റ്. ഓക്കെ, സോ ഇതാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ 3 പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ ഈസ് ഓതന്റിസിറ്റി. ഓതന്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സൈൻ ആരുടെ ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റണം. സെക്കൻഡ്ലി അൺഫോർജിയബിലിറ്റി ആൻഡ് നോൺ റെപ്യൂഡിയേഷൻ. അൺഫോർജിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ സൈന് വേറൊരാൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റരുത്, അതായത് ഫോർജറി നടക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തും കിട്ടുന്നുണ്ട്? നോൺ റെപ്യൂഡിയേഷനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നൗ ദ തേർഡ് വൺ ഈസ് നോൺ റീയൂസബിലിറ്റി. അതായത് ഒരു മെസ്സേജിൽ നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചറിന് ആ മെസ്സേജിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള മെസ്സേജസിന്റെ കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റരുത്. അതായത് ഒരു സിഗ്നേച്ചറിനെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റരുത്. സോ ഇത്രയൊക്കെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറും അതിന്റെ പ്രോപ്പർട്ടീസിനെയും പറ്റി പറയാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 3 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന, 3 മാർക്സിനോ അല്ലെങ്കിൽ 5 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.